നമുക്കറിയാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരാദ്യമായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ് അത് ഏത് ഫോമിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്രൊപ്പറേഷൻഷിപ്പ് ഫേം ആയിട്ട് തുടങ്ങുമോ, അതോ ഒരു പാർട്ണർഷിപ്പ് ഫേം ആയിട്ട് തുടങ്ങുമോ, LLP ആണോ കമ്പനിയാണോ എന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ പല ക്ലയൻസും വന്നിട്ട് സാറേ നമ്മൾ കമ്പനി ഫോം ചെയ്യാൻ പോവാണ്, കാരണം കമ്പനി ആകുമ്പോൾ ഇൻകം ടാക്സ് കുറവാണെന്ന് അവർ പറയും. പക്ഷെ അത് തെറ്റായ ഒരു അസസ്മെൻ്റ് ആണ്. അത് എങ്ങനെയാണ് തെറ്റായത് എന്നാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 എക്സാമ്പിൾ എടുക്കാം, ഒരു പാർട്ണർഷിപ്പ് ഫേമും ഒരു കമ്പനി. ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ 10 lakhs പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, പാർട്ണർഷിപ്പ് ഫേമിന് 30% ടാക്സ് ചെയ്യണം. അപ്പോൾ 30% ഓഫ് 10 lakhs എന്ന് പറഞ്ഞാൽ 3 lakh rupees വരും. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ 7 lakhs ആയിരിക്കും. നമുക്കറിയാം ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ പ്രോഫിറ്റ് അത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുവാണ്. ആ പൈസ പാർട്ണേഴ്സിന് എപ്പം വേണേലും എന്ത് ചെയ്യാം, ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്യാം. പാർട്ണേഴ്സ് പിന്നെ അതിന് ടാക്സ് അടയ്ക്കേണ്ട, കാരണം സെക്ഷൻ 10(2)A അനുസരിച്ച് പ്രോഫിറ്റ് ഷെയർ ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം ഈസ് എക്സംപ്റ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി പാർട്ണേഴ്സ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ പാർട്ണർഷിപ്പ് ഫേമിനും പാർട്ണേഴ്സിനും കൂടെയുള്ള ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 lakhs ആയിരിക്കും. ഈ സെയിം സിറ്റുവേഷൻ ഒരു കമ്പനിയിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 25% 400 കോടി താഴെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നോർമൽ സിറ്റുവേഷനിൽ. അപ്പോൾ 10 lakhs-ൻ്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 lakhs ആയിരിക്കും. അപ്പോൾ ആൾക്കാർ പറയും സാറേ ഇവിടെ തന്നെ 50,000 രൂപ ഫേമിന് ടാക്സ് ലയബിലിറ്റി അഡീഷണൽ അല്ല വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് 10 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷം രൂപ കുറഞ്ഞു കഴിയുമ്പം ബാക്കിയുള്ള 7,50,000 എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ റിസർവ് ആയിട്ടാണ് കഴിയുന്നത്. അത് ക്യാപിറ്റലിനോട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ പൈസ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് വിഡ്രോ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയും. അപ്പം ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡ് അവരുടെ ഇൻഡിവിജ്വൽ ഹാൻഡിൽ ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ഒരു ഷെയർ ഹോൾഡറുടെ ഇൻകം 30% സ്ലാബ് റേറ്റിൽ ടാക്സബിൾ ആണെങ്കിൽ ആ ഡിവിഡൻഡിന് അവർ എത്ര രൂപ ടാക്സ് അടയ്ക്കണം? 30% വീണ്ടും ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഈ 7,50,000 ഷെയർ ഹോൾഡേഴ്സ് വിഡ്രോ ചെയ്യാമെന്ന് വെച്ചാൽ ഫുൾ എമൗണ്ട്. അപ്പോൾ അവർ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,25,000 രൂപ വരും. അപ്പം കമ്പനി ഫോം ചെയ്തുകൊണ്ട് വരുന്ന ടാക്സ് ലയബിലിറ്റി എത്രയാണ്? കമ്പനിയുടെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ടാക്സ് ലയബിലിറ്റി നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ഒരു 4,75,000 രൂപ ടാക്സ് വരും. പക്ഷേ ആ സെയിം സമയത്ത് പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ 3 ലക്ഷം രൂപ മാത്രമേ ടാക്സ് ലയബിലിറ്റി വന്നുള്ളൂ. അപ്പം നിങ്ങളൊരു കമ്പനി വേണോ പാർട്ണർഷിപ്പ് വേണോ അത് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ ബെറ്റർ ടു ഗോ ഫോർ പാർട്ണർഷിപ്പ് ഫോം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതിലൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് കാര്യങ്ങൾ വെച്ചാണ്. പിന്നെ നമുക്കറിയാം ഒരു ഷെയർ ഹോൾഡേഴ്സ് അവർ ഡയറക്ടർ ആണെങ്കിൽ അവർക്ക് റെമ്യൂണറേഷനായിട്ട് വിഡ്രോ ചെയ്യാം. പക്ഷേ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ണേഴ്സ് സാലറി വിഡ്രോ ചെയ്യുന്നതിന് 40B അനുസരിച്ച് ലിമിറ്റുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ പലരും പറയും ശരി സാർ അങ്ങനെ നമ്മൾ കമ്പനി തുടങ്ങുക, അപ്പോൾ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിന് ഓരോ വർഷം മാക്സിമം റെമ്യൂണറേഷൻ വിഡ്രോ ചെയ്യിപ്പിക്കാം. പക്ഷേ 1-2 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലി അറിഞ്ഞിരിക്കേണ്ട എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയുടെ പേരിൽ ബിസിനസ് ആവശ്യത്തിന് ലോൺ എടുത്തു കാണും. അപ്പം പ്രോഫിറ്റ് അല്ലാത്തൊരു കമ്പനിയെ സംബന്ധിച്ച് ബാങ്കുകാർ ലോൺ തരിക എന്ന് പറയുന്നത് പാടാണ്. 2, നമുക്കറിയാം ഒരു വലിയൊരു കമ്പനി ടേൺ ഓവറുള്ളൊരു കമ്പനി ഒരു പ്രോഫിറ്റും ഇല്ലാതെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫയലുകൾ സ്ക്രൂട്ടിനി പെർസ്പെക്റ്റീവിലേക്ക് കയറി വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ എന്താണ് 2 വട്ടം ആലോചനയ്ക്ക് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ.